വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ലൂക്കാ 4:12, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. സത്യക്രിസ്ത്യാനികളായ നാം എല്ലാവരും പറയും, കർത്താവിനെ നാം എപ്പോഴാണ് പരീക്ഷിച്ചത്? നിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പരീക്ഷിക്കുന്നത്, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പരീക്ഷിക്കുന്നത് നീ പരീക്ഷിക്കുന്നത് എപ്പോഴാണ്? നമ്പർ 1, ദൈവത്തിന് പകരമായി ഞാൻ തിന്മയെ പ്രതിഷ്ഠിക്കുമ്പം, തിന്മയുടെ ശക്തിയെ ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുപിടിക്കുമ്പം, ദുരാചാരവും ദുർമന്ത്രവാദത്തെയും സാത്താന്റെ കെണികളെയും കുടുക്കുകളെയും ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കെതിരായി എടുത്തുപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ശക്തിയെ പരീക്ഷിക്കുകയാണ്. രണ്ടാമതായി നാം എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നതും? ദൈവം എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ എന്നും പറഞ്ഞ് സാഹസങ്ങളിലേക്ക് എടുത്തു ചാടിയിട്ട് ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നത്. എൻ്റെ ദൈവം വൻ കരുണയും കൃപയുമാണെന്ന് മറന്നിട്ട് ദൈവത്തെ അറിയാതെ പരീക്ഷിക്കുന്നവനാണ് ഞാൻ. സഹോദര, നിന്റെ ദൈവത്തെ സാത്താന് പകരമായിട്ടല്ല നീ കാണേണ്ടത്, സകലതിനും ഉപരിയായി കാണാനുള്ളൊരു ഭാഗ്യം ദൈവം നിനക്ക് നൽകട്ടെ. സാത്താൻ ആരുമല്ല, നിന്റെ ദൈവമെല്ലാമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ.